പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും അമേരിക്കയുടെ നീക്കം. രണ്ടാമത്തെ വിമാനവാഹിനി പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നു. നേരത്തെ അമേരിക്കൻ തീരത്ത് ഒരു വിമാനവാഹിനി പടക്കപ്പൽ അമേരിക്കൻ നാവികസേന വിന്യസിച്ചതിന് പിന്നാലെയാണ് രണ്ടാമത്തെ വിമാനവാഹിനി പടക്കപ്പൽ, പടുകൂറ്റൻ പടക്കപ്പൽ വീണ്ടും ഇറാൻ തീരത്തേക്ക് അമേരിക്കൻ നാവികസേന കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് ഒരു യുദ്ധത്തിൻ്റെ മുന്നൊരുക്കമാണെന്ന് യുദ്ധകാര്യ വിദഗ്ധർ ഉറച്ചു വിശ്വസിക്കുന്നു. നേരത്തെ ഇറാന് ചുറ്റുമുള്ള മിലിറ്ററി ബേസുകൾ, പ്രത്യേകിച്ച് ഡീഗോ ഗാർസിയ മിലിറ്ററി ബേസിൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും ശക്തമായ വജ്രായുധമായ B-2 ബോംബർ ജെറ്റുകൾ എത്തിച്ചിരുന്നു. B-2 ബോംബർ ജെറ്റുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചത് ഇറാനെ പോലും ഞെട്ടിച്ച കാര്യമാണ്. കാരണം ഇറാഖ് യുദ്ധത്തിൽ ഏറ്റവും അധികം അമേരിക്കയെ സഹായിച്ചത് B-2 ബോംബർ ജെറ്റുകളാണ്. അതീവ മാരക പ്രഹരശേഷിയുള്ള, എന്നാൽ റഡാറുകളുടെ കണ്ണിനെ പോലും വെട്ടിക്കാൻ കഴിവുള്ള, രാത്രികാലങ്ങളിൽ റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് ഏതു മേഖലയിൽ ചെന്നും ആക്രമണം നടത്താൻ കഴിവുള്ള ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ബോംബർ ജെറ്റാണ് B-2 ബോംബർ ജെറ്റ്. ആ B-2 ബോംബർ ജെറ്റിനാണ് ഇപ്പോൾ ഡീഗോ ഗാർഷിയയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത്. ഇത് ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരാക്രമണം നടത്തുന്നതിൻ്റെ മുന്നോടിയാണ് എന്നുള്ള കണക്കുകൂട്ടൽ ലോകത്തിനുണ്ട്. ഇത് ഗൗരവത്തോടു കൂടിയാണ് ഇറാനും കാണുന്നത്. B-2 ബോംബർ ഡീഗോ ഗാർസിയയിലേക്ക് എത്തിയതോടുകൂടി തന്നെ ഇറാൻ ഒരു കാര്യം മനസ്സിലായി, അമേരിക്ക യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അമേരിക്കയുമായി കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചാൽ അമേരിക്ക ആക്രമിക്കും. ഒന്നുകിൽ അമേരിക്കയുമായി ഒരു സന്ധിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ആക്രമണമാണ് പ്രതിരോധം എന്ന നിലയ്ക്ക് ആദ്യം അമേരിക്കയെ ആക്രമിക്കുക. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇറാന് മുന്നിലുള്ളൂ. അതിൽ ആദ്യത്തെ സന്ധി സംഭാഷണത്തിൽ ഇടപെട്ടാൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഇറാനെ പുച്ഛിച്ച് തള്ളും. അതുകൊണ്ട് രണ്ടാമത്തെ മാർഗമാണ് ഇറാൻ തിരഞ്ഞെടുക്കാൻ സാധ്യത. അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് അമേരിക്കയെ ഇറാൻ ആക്രമിക്കും. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു റോക്കറ്റ് തൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് നേരെ ഞങ്ങൾ 2 റോക്കറ്റുകൾ തൊടുത്തിരിക്കുമെന്നുള്ളത്. പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെയൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് നടന്നു. ഇതിൽ ഡീഗോ ഗാർസിയയെ ആക്രമിക്കാം, അമേരിക്കയുടെ മിലിറ്ററി ബേസായ ഡീഗോ ഗാർസിയയിലേക്ക് ആദ്യ ആക്രമണം ഇറാൻ നടത്തണമെന്നൊരു അഭിപ്രായമാണ് ഉയർന്നു വന്നത്. ഒന്നുകിൽ ആ ബേസ് ക്യാമ്പിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി ബേസ് ക്യാമ്പിന് സമീപമുള്ള സമുദ്രത്തിലേക്ക് ആക്രമണം നടത്തുക. അതൊരു മുന്നറിയിപ്പായി അമേരിക്കയ്ക്ക് നൽകണം. ഇതാണ് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങിൽ ഉണ്ടായ ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായം. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു ഡെവലപ്മെൻറ്റ്സും ഉണ്ടായി. അതായത് റഷ്യ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഇറാനെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിച്ചാൽ അത് മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഇറാന് വലിയ ആശ്വാസമായി. ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം അമേരിക്ക നടത്തുകയാണെങ്കിൽ റഷ്യ തങ്ങൾക്കൊപ്പം നിൽക്കും. റഷ്യയും അമേരിക്കയും 2 ചേരിയിലായാൽ അത് വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സൗഹൃദം പുടിനും ട്രംപുമായി നല്ല സൗഹൃദമാണ്. പുടിന് വേണ്ടിയാണ് ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ട്രംപ് ആട്ടിപ്പുറത്താക്കിയത്. എന്നാൽ ഇറാനുമായുള്ള ചില ഇടപെടലുകളിൽ അമേരിക്കയും റഷ്യയും വീണ്ടും അകലുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ ഇറാനുമായി ഒരു സൗഹൃദത്തിൽ ഏർപ്പെടാനുള്ള ശ്രമം ട്രംപ് നടത്തിയിരുന്നു. ആയത്തുള്ള അലി ഖമേനിക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു. ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്താൻ താല്പര്യമുണ്ടെന്നും ട്രംപ് ഖമേനി അറിയിച്ചു. എന്നാൽ ഈ ട്രംപിൻ്റെ നിർദ്ദേശത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് ഇറാനും ഖമേനിയും ചെയ്തത്. അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും താല്പര്യമില്ലെന്നും ആണവ പദ്ധതി ഇറാൻ്റെ ആഭ്യന്തര കാര്യമാണെന്നും അതെങ്ങനെ നടത്തണമെന്ന് ഇറാന് വ്യക്തമായി അറിയാമെന്നുമായിരുന്നു ഖമേനി മറുപടി നൽകിയത്. കൂടാതെ ഇറാനും അമേരിക്കയും അടുക്കുന്നത് ഒരു കാരണവശാലും റഷ്യയ്ക്ക് താല്പര്യമില്ലാത്ത വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ എരുതിയിൽ എണ്ണയൊഴിക്കാൻ റഷ്യ പരമാവധി ശ്രമിച്ചു. അതുകൂടാതെ ഇറാന് ആവശ്യമായ ആണവ സാങ്കേതികവിദ്യ റഷ്യ കൈമാറി. റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞന്മാരും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും ഇറാനിലേക്കെത്തി, ടെഹ്റാനിലേക്കെത്തി. അവിടെയുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നിരവധി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഇറാൻ്റെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. അങ്ങനെ ആണവ സാങ്കേതികവിദ്യയുടെ ബഹുഭൂരിപക്ഷവും ഇറാന് നൽകിയത് റഷ്യയാണ്. ഒരു ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് എന്തൊക്കെ ആണവായുധങ്ങളുണ്ട് അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് റഷ്യയ്ക്ക് എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും അറിയാം. അമേരിക്കയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റഷ്യയുമായി ഡിസ്കസ് ചെയ്യുക എന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ഇതോടുകൂടി ആകെ പരിഭ്രാന്തിയിലായത് അമേരിക്കയാണ്. തങ്ങളുടെ മിത്രമാക്കാൻ വേണ്ടി ട്രംപ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുടിൻ ഒരു ഭാഗത്ത് അമേരിക്കയോടൊപ്പം ചിരിച്ചു നിൽക്കുകയും മറുഭാഗത്ത് അമേരിക്കയുടെ ശത്രുരാജ്യത്തിന് സർവ്വ പിന്തുണയും കൊടുക്കുകയും ആണവായുധമടക്കം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടിയാണ് പുടിനും ട്രംപും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടായത്. ഇപ്പോൾ ഇതാ ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി B2 ബോംബറടക്കം ഡീഗോ ഗാർസിയയിൽ എത്തിച്ച അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇറാനെ ആക്രമിച്ചാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കും. അത് മേഖലയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അത് കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിക്കാൻ ഇടയാക്കുമെന്ന് റഷ്യ നേരിട്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതിലപ്പുറം ഒരു ലോകമഹായുദ്ധത്തിനുള്ള സാഹചര്യം മറ്റെന്താണ്? എന്തായാലും റഷ്യയുടെ മുന്നറിയിപ്പിന് അമേരിക്ക പുല്ലുവില മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. ഇറാനെ ആക്രമിക്കണമെന്നാണ് അമേരിക്കയുടെ താല്പര്യമെങ്കിൽ അമേരിക്ക ആക്രമിക്കുക തന്നെ ചെയ്യും. കാരണം മേഖലയിലെ സമാധാന അന്തരീക്ഷം ഇറാനായി തകർക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അത് ഇറാന് നൽകുന്ന ഒരു ലൈസൻസ് ആയിരിക്കും. പിന്നീട് ഇറാൻ മേഖലയിലെ ആധിപത്യം ഉറപ്പിക്കും. അത് മാത്രവുമല്ല, ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തെ പൂർണ്ണമായും നിയന്ത്രിക്കും. അത് വലിയ തോതിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഹൂതികളെ നിയന്ത്രിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇറാനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത്. കാരണം ഇറാനാണ് ആയുധങ്ങളും സമ്പത്തുമൊക്കെ നൽകിക്കൊണ്ട് ഹൂതികളെ കൊണ്ട് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിപ്പിക്കുന്നത്. അപ്പോൾ തലച്ചോറിനെയാണ് ആദ്യം ആക്രമിക്കേണ്ടത്. ഈ ഹൂതികളെ മാത്രം ആക്രമിച്ചിട്ട് കാര്യമില്ല, ഹൂതികളെ നിയന്ത്രിക്കുന്ന ഇറാനെ ആക്രമിക്കണം എന്നുള്ളതാണ് ബ്രിട്ടന്റെ അടക്കമുള്ള നിലപാട്. അതിനുള്ള ഏറ്റവും മികച്ച അവസരം കൈവന്നിരിക്കുന്നു. ഈ ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്ന് ഉറച്ചു പറയുന്നു, ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നു, വേണമെങ്കിൽ വാഷിങ്ടണിൽ ആണവായുധം ഇടുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു സാഹചര്യം ഇറാൻ ഉണ്ടാക്കിയപ്പോൾ അതിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും അതിൽ ലോകരാജ്യങ്ങൾ ഒരുപാട് പേർ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്നുമാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ റഷ്യ കൂടി മറുചേരിയിലേക്ക് എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ഉത്തര കൊറിയയുടെ പിന്തുണ ഇറാനുണ്ട്, ഉത്തര കൊറിയയുടെ സാങ്കേതിക പിന്തുണയുണ്ട്, സൈനിക പിന്തുണയുണ്ട്, റഷ്യയുടെ സൈനിക പിന്തുണയുണ്ട്. അങ്ങനെ റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയും ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ യുദ്ധം ഒരു ലോകമഹായുദ്ധമായി പരിണമിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.